ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ ജീവിതയാത്രയിലെ തടസ്സങ്ങൾക്ക് ഒരിക്കലും നമ്മളെ തളർത്താൻ കഴിയില്ല. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിതഫലങ്ങളുമായി ജീവിക്കരുത്. ചില മനുഷ്യർക്ക് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തയുണ്ടാവൂ. കൂടെയുള്ളവരുടെ സങ്കടത്തിനോ സന്തോഷത്തിനോ അവർ യാതൊരു വിലയും കൽപ്പിക്കില്ല. ഓരോ സങ്കടങ്ങൾക്ക് പിന്നിലും ഏതോ ഒരു സന്തോഷം ഒളിച്ചിരിപ്പുണ്ട്. കാലം കനിയുമ്പോൾ തീർച്ചയായും അത് നിങ്ങൾക്ക് ലഭിക്കും. അവരവരുടെ കാര്യത്തിൽ തെറ്റ് ശരിയായി മാറുകയും മറ്റുള്ളവർ ചെയ്താൽ ശരി തെറ്റായി മാറുകയും ചെയ്യുന്ന ഈ ലോകത്ത് നമ്മൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നിങ്ങളോട് മറ്റുള്ളവരെപ്പറ്റി കുറ്റം പറയുന്നവർ അവരോട് നിങ്ങളെപ്പറ്റിയും കുറ്റം പറയും എന്ന കാര്യം മറക്കരുത്. ജലം മലിനമായതുകൊണ്ട് ചെടി മുരടിക്കില്ല. നിങ്ങളുടെ പുരോഗതിയെ തടയാൻ ആരുടെയും നിഷേധാത്മകമായ വാക്കുകൾക്ക് സാധിക്കുകയില്ല. പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും അസ്വസ്ഥരാകാതെ അവയിൽ നിന്നും കരുത്തു ആർജിക്കാൻ ശ്രമിക്കുക. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. ധാരാളം പ്രതികൂല ചിന്തകൾ നമ്മൾക്കുണ്ടായേക്കാം. അവയെ നമ്മുടെ മനസ്സിൽ വേരുപിടിക്കാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക. ഏതുതരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണു നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമാവും. അല്ലാത്തവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അവസാനിച്ചു പോയ ചില ബന്ധങ്ങൾ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് ചുരുട്ടിയെറിഞ്ഞ കടലാസ് പോലെയാണ്. എത്ര നന്നായി നിവർത്താൻ ശ്രമിച്ചാലും ചില ചുളിവുകൾ അവിടെ തന്നെ ഉണ്ടാവും. ആരിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷയുടെ അളവ് കൂടുമ്പോഴാണ് വേദനയുടെ ആഴമേറുന്നത്. തുറന്ന സംസാരങ്ങളാണ് ഉറച്ച ബന്ധങ്ങളെ സമ്മാനിക്കുന്നത്. ഹൃദയബന്ധങ്ങളാണ് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ജീവിതം ആരുടെയും മുന്നിൽ തോൽക്കുവാനുള്ളതല്ല, വിജയിച്ച് കാണിക്കുവാനുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളെ വെറുക്കുന്ന ആളുകൾക്ക് മുന്നിൽ. എല്ലാ തിരക്കും കഴിഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത്. തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ട്. പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുമുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക. ഒടുവിൽ ശാന്തനായിരിക്കുക. എല്ലാത്തിനും അനുയോജ്യമായ സമയം കടന്നുവരും. പ്രകടിപ്പിക്കാത്ത വേദനകൾക്ക് കാഴ്ചയിൽ ഉള്ളതിനേക്കാൾ തീവ്രതയുണ്ടാകും. നുണയാണെന്ന് അറിഞ്ഞിട്ടും പുഞ്ചിരിച്ചവർക്കെല്ലാം പുകയുന്ന ഒരു മനസ്സുണ്ടാകും. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും. അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് കഴിയും. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണീരിനും പിന്നിലെ കാരണം അവരല്ലെന്ന് കാണിക്കുക എന്നതാണ്. നമുക്ക് വേണ്ടിയും ചിലതൊക്കെ ചെയ്യണം. നമുക്ക് വേണ്ടിയും അല്പസമയം മാറ്റിവയ്ക്കണം. നമുക്ക് വേണ്ടിയും ജീവിക്കണം. ഉരുകിയാൽ മാത്രം പോരാ, നമ്മുടെ പ്രകാശം ആസ്വദിക്കുകയും വേണം.